ഹലോ എൻ്റെ അമ്പോ ഞങ്ങൾ എവിടെയാണ് പോണതെന്ന് വല്ല പിടുത്തമുണ്ടോ നിങ്ങൾക്ക് എവിടെ നിന്നല്ലേ ആണ്ട് ഇങ്ങനെ വണ്ടി ഓട്ടിച്ച് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ചെറിയൊരാഗ്രഹം ഞാനുണ്ട് എൻ്റെ ഒരു ബ്രദറുണ്ട് കേട്ടോ നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക സമയമൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടെ ഒരു വലിയ തോടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മീൻ പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. കണ്ടോ വലിയ നെറ്റൊക്കെ ആയിട്ട് വന്നിരിക്കുക. ചെറിയ മീനിനെ പിടിച്ച് വേണം നമ്മൾ ചൂണ്ടയിൽ കൊരുത്ത് വലിയ മീനിനെ പിടിക്കുക. കുറേ നാളായി ചൂണ്ടയൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് സമയവും പോകണം. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ അടുത്തുള്ളൊരു തോടിലാട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മളതാ ചെറിയ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവനാണെങ്കിൽ വരുന്നുമില്ല. അവൻ ഏത് സമയം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പോക്കാണ്. പിന്നെ അവൻ ക്യാമറയിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ കാണുന്ന ചെടികൾ പുല്ലുകൾ എന്തുണ്ടോ അതെല്ലാം അവന് ഫോട്ടോ എടുക്കണം. അതാണ് അവൻ്റെ മൈൻഡ്. കണ്ടോ ചെറിയൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂണ്ടയിൽ കൊരുക്കാനായിട്ട് ചെറിയൊരു കുഞ്ഞു മീനിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു 5-6 മീനിനെ പിടിക്കണം. കാരണം നമുക്ക് ഈ വലിയ മീൻ നമ്മൾ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മീൻ തീർന്നു പോകാൻ പാടില്ല. കുഞ്ഞു മീനുകൾ നമുക്ക് തീരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വലിയ മീനിനോട്ടുള്ള നോട്ടം. കണ്ടോ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. കുഞ്ഞു മീനുകളുണ്ട്. നല്ല എന്താ രസമല്ലേ കാണാനായിട്ട് അല്ലേ. നല്ല ഭംഗിയില്ലേ. പൊളിയാണ് അല്ലേ. വെള്ളച്ചാട്ടവും പാറയും അടിപൊളിയാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ തവണ മീൻ പിടിക്കാൻ വന്നപ്പം എന്താ പറയുക കാലുകുത്തനെ വന്ന് തലകുത്തനെ വന്ന് വീണ് ചെറിയൊരു വീഴൊക്കെ വീണ് ഈ പാറയുടെ മണ്ടേന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ ചെറിയ മീനുകൾ കണ്ടോ ഒരു ബോട്ടിൽ ഇട്ടിരിക്കുന്നുണ്ട്. എത്ര എണ്ണം നോക്ക്. 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എണ്ണം കിട്ടി. ഇത് മതി. യവനെ നമ്മൾ ഫ്രൈ ചെയ്താലും മതിയായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു കറിക്കുള്ളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് പോരാ. നമുക്ക് കുറച്ചുകൂടി വലുത് വേണം. നമ്മുടെ വലിയ എന്താ പറയുക വലിയ ആഗ്രഹങ്ങളാണ്. കുഞ്ഞാഗ്രഹങ്ങളൊന്നുമില്ല. വലിയ മീനിനെ പിടിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. കണ്ടോ എന്താ ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മൾ നോക്കട്ടെ കേട്ടോ വല്ല കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിന്ന് വീഡിയോ കാണുക. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടോ. എന്താണെന്ന് നമ്മൾ നോക്കട്ടെ. നമ്മളെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. വേറെ ഒന്നും നോക്കേണ്ടത്. ബദാമ തല്ലിയതൊന്നുമല്ല. നമ്മൾ കങ്കൂസ് കല്ല് വെച്ച് തല്ലി മുറിച്ചതാണ്. കടിച്ചു മുറിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് തല്ലി മുറിച്ചതാണ്. ഇനി ചൂണ്ട ഒന്ന് കെട്ടിയെടുക്കട്ടെ. ചൂണ്ട കെട്ടിയൊക്കെ നല്ല സെറ്റാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് മീൻ പിടിക്കാനായിട്ട്. ബാക്കി പരിപാടിയെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെറിയ മീനുകളൊക്കെ പിടിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട ആരും. വിറയിലൊന്നുമല്ല. ചൂണ്ട വലിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. വിറയിൽ പിടിച്ചതൊന്നുമല്ല. ആരും ഒന്നും വിചാരിക്കണ്ട. നോക്കിക്കോളൂ. കണ്ടോ ചൂണ്ടയൊക്കെ കെട്ടി നല്ല സെറ്റാക്കി ഇപ്പം നമ്മളെടുക്കുക. എന്നിട്ടാണ് വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുന്നത്. കണ്ടാൽ എവിടെ നിന്ന് മേടിച്ച തീപ്പെട്ടി കത്തുന്നുമില്ലല്ലോ. എത്ര അടിച്ചിട്ടും കത്തുന്നില്ല. ഭയങ്കര പൊക്കന്നേ. നല്ല തീപ്പെട്ടി മേടിക്കണ്ടേ. 1 രൂപയല്ലേ ഉള്ളൂ ഒരു പാക്കറ്റിന്. നല്ലത് മേടിക്കണ്ടേ. കണ്ടോ ചൂണ്ടയൊക്കെ കെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. സെറ്റല്ലേ. പൊളിയല്ലേ. ചൂണ്ടയൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണം അങ്ങോട്ട് നായകി ഇപ്പം പിടിച്ച് മറിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പോക്ക്. ഞാൻ മാത്രമല്ല എൻ്റെ ബ്രദർ പറയുന്നുണ്ട് ഇന്നും അല്ലത് നടന്ന് തന്നെ. ഇത് അപ്പോഴത്തേനും റോട്ടെ ഒരാൾ പോകുന്നുണ്ട്. അയാളിങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് പരിപാടി എന്ന്. എന്നാൽ നമ്മൾ അയാളടുത്ത് പറയുന്നില്ല കേട്ടോ. നമ്മൾ ആരടുത്തും പറയുന്നില്ല. നമ്മൾ രഹസ്യമായിട്ട് വന്ന് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ രഹസ്യമായിട്ട് പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടകോളുടെ നാട്ടുകാർ ഫുൾ അറിഞ്ഞെന്ന് തോന്നുന്നു മീൻ പിടിക്കാൻ ഇറങ്ങിയ കഥ. കാരണം ഒത്തിരി വണ്ടികൾ ഇതിലേ പോയി പരിചയക്കാരൊക്കെ. നോക്കട്ടെ മീൻ കിട്ടുമോ നോക്കട്ടെ. നമ്മൾ ഇവിടെ നല്ല മീനുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ അധികം കുറച്ച് നാളുകളായിട്ടൊന്നും ആരും അങ്ങനെ മീൻ പിടുത്തമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്ന് നോക്കാമെന്ന് വെച്ച് വന്നതാണ്. എന്തെങ്കിലും കിട്ടിയാലോ ഒരു കറിക്ക് ഒത്താലോ. അതാണ് നമ്മളെ പ്ലാൻ. ഒന്ന് കിട്ടിയ ഒരു ഫ്രൈ അടിക്കുക എന്നുള്ള പ്ലാനാണ്. കാരണം ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു മീനിനെ കിട്ടിക്കഴിഞ്ഞാൽ. കാരണം വേറെ ഒന്നുമല്ല നമ്മളെ ബ്രദറിൻ്റെ ചാനൽ കുക്കിംഗ് ചാനലാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഒരു പ്ലാനിട്ടാണ് വന്നത്. ഇവിടെ കംപ്ലീറ്റ് എന്താ പറയുക കംപ്ലീറ്റ് പൊത്തുകളിലും വെച്ച് നോക്കുന്നുണ്ട് ചൂണ്ട. ഒരു മീനിനും വേണ്ട ഒരു ഞണ്ടിനും വേണ്ട. ഇവരൊക്കെ എവിടെ പോയി മീനുകളൊക്കെ. അതായത് ഇത്ര ദൂരത്തെന്ന് അറിയുമോ ഞങ്ങൾ വന്ന് ഇവിടെ നോക്കുന്നത്. ഒരു മീൻ പോലും എന്താ പറയുക കൊത്തുന്നില്ല ചൂണ്ടയിൽ. എന്ത് പറ്റി. ഇനി ഞാനിന്ന് ഇറങ്ങിയതുകൊണ്ടാണോ മീനുകൾക്ക്. അതോ മീനുകൾ വല്ല കൂട്ടത്തോടെ എവിടെയെങ്കിലും വല്ല റാലിക്ക് പോയോ. ഒന്നിനെ കാണാനില്ല. ഒരൊറ്റ മീൻ പോലും ചൂണ്ടയിൽ കൊത്തുന്നില്ല കേട്ടോ. അയ്യോ എത്ര സമയം എന്നറിയോ ഞങ്ങൾ വന്നിരുന്നിട്ട്. ഒത്തിരി സമയം കേട്ടോ. ഒരു രക്ഷയില്ല. മീനുകളെല്ലാം എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ഏതോ പൊത്തിനകത്തിരിപ്പുണ്ട്. എല്ലാ പൊത്തിലും ചൂണ്ട വെച്ച് നോക്കി. ഒന്നിനും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ച്. ഇനിയിപ്പോൾ എന്തായാലും സമയവും ലേറ്റായി മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോവാണ്. ഇത് കണ്ട് ഇത് നമ്മളെ നെയ്യാർ ഡാം കേട്ടോ. നെയ്യാർ ഡാം നമ്മുടെ തൊട്ടടുത്ത് ഇതിന് തൊട്ടടുത്തുള്ള തോട്ടിലാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നത്. പിന്നെ വെള്ളം അടയ്ക്കുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെയും വരും. ഈ ഡാമിനകത്ത് ഈ ഷട്ടർ അടയ്ക്കുമ്പോഴത്തേനും ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുക കേട്ടോ. ഇനിയൊരു സാവട്ടെ. ഇപ്പോൾ നല്ല വെള്ളം തുറന്നു വിട്ടിരിക്കുക. അപ്പോൾ നമ്മളെ ചാനലൊക്കെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സാബൊക്കെ അടിച്ച് ഒന്ന് കൂടിക്കും. നമ്മൾ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് നമ്മൾ നല്ല വീഡിയോസ് ചെയ്യുന്നതാണ്. നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ എന്താ പറയുക നമ്മളെ കൂട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഫുൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ബൈ ബൈ.